അപ്പോൾ വീണ്ടും നമ്മളിവിടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് വന്നേക്കുവാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഇനി നമ്മൾ ഫോൾഡർ ഉണ്ടാക്കാതെ സംഭവം അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി, അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തു. അപ്പൊ നേരെ നമ്മളെ എവിടെ പോയി, നമ്മുടെ ഗാലറി, ഫോണിന്റെ ഗാലറിയിലോട്ട് എത്തി. അപ്പൊ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഫോട്ടോയാണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു റഫ് ഫോട്ടോ എടുത്ത് വെച്ചേക്കുവാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. സെലക്ട് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ നോക്കിയാൽ കാണാം അപ്ലോഡിംഗ് എന്ന് കാണാൻ സാധിക്കും. അപ്പം ചില സമയത്ത് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇതുപോലെ അപ്ലോഡിങ്ങിന്റെ സ്റ്റാറ്റസ് ബാർ കാണിക്കും. അത് മീഡിയയുടെ വലുപ്പം അനുസരിച്ചാണ്. ഇത് വളരെ പെട്ടെന്ന് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു സംഭവം, ഇപ്പൊ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ വന്നിട്ടുണ്ട്. ലൊക്കേറ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോഴാണ് ഇത് വന്നത്, കീപാഡിന്റെ തൊട്ട് മുകളിലായിട്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളത് ഇവിടെ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഡോക്യുമെന്റിന്റെയും അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചേക്കുന്ന സംഭവത്തിന് നേരെ 3 ഡോട്ട് ഉണ്ട്. അതിന്റെയൊക്കെ മുൻപ് ഇവിടെ ഒരു വലിയ 3 ഡോട്ടുകൾ, മൊത്തം 6 ഡോട്ടുകൾ കാണാൻ സാധിക്കും. അതെന്താന്ന് നമുക്ക് നോക്കാം. അത് ഇതിന്റെ ഒരു പാറ്റേൺ ക്രമപ്പെടുത്താനുള്ള സെറ്റിംഗ്സ് ആണ്. നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ. അതിൽ തന്നെ വീണ്ടും ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെയാവും. അതാണ് ആ സെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് വീഡിയോ തന്നെ, ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തന്നെ ഒന്ന് ഷെയർ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, വലത് സൈഡിലുള്ള 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഷെയർ എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ആ ഷെയർ തന്നെ ആദ്യം എടുക്കാം. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പം സാധാരണ ഗൂഗിൾ ഡ്രൈവിലെ ഒരു കാര്യം, മെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുക. അല്ലാതെയും ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് നമ്മൾ മെയിൽ ഐ ഡി ആണ് നോക്കുക. അങ്ങനെ മെയിൽ ഐ ഡി കൊടുക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ആ കൊടുക്കുന്ന ആൾക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഒരു പ്രൈവസിയാണ് അവിടെ പ്രാധാന്യം കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുവാണ്. ഒരക്ഷരം ടൈപ്പ് തൊട്ടപ്പോൾ തന്നെ വന്നു, മെയിൽ ഐ ഡി വന്നു. ഓൾറെഡി ഞാൻ ഇവിടെ ജസ്റ്റ് ഇതിൽ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത്. നമ്മളിവിടെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു മെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ ആ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഒരു മെയിൽ ഐ ഡി ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഫസ്റ്റ് വ്യൂവർ എന്നൊരു ഓപ്ഷൻ. വ്യൂവർ എന്നൊരു ഓപ്ഷൻ വെച്ച് നമ്മൾ മെയിൽ ഐ ഡി, ഒരാളുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് വ്യൂവർ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അയാൾക്ക് നമ്മൾ നമ്മളിപ്പം ഒരു ലിങ്ക് ആണല്ലോ അയച്ചു കൊടുക്കുന്നത്. ഒരു വീഡിയോയുടെ ഒരു ഡോക്യുമെന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമ്മൾ ഡ്രൈവിൽ ഒരുപാട് ഡോക്യുമെന്റ് കാണും, പക്ഷെ അതിൽ ഒരെണ്ണം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് കാണാം എന്നത് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നും പറ്റത്തില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ കമന്റർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ പുള്ളിക്ക് ആ വീഡിയോ അല്ല ഫോട്ടോ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എഡിറ്റർ എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മളൊരു ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്തതിന് ശേഷം അത് അയാൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു 3 മെത്തേഡ്. അപ്പോ നമുക്ക് എന്തായാലും എഡിറ്റർ ഓപ്ഷൻ വ്യൂവർ ഓപ്ഷൻ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കാം, മറ്റൊരാൾക്ക് അയക്കാം. ഇപ്പൊ കണ്ട ഫോട്ടോ നമുക്ക് അയക്കാം. അപ്പൊ നമ്മളിവിടെ വ്യൂവർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്തു. അപ്പൊ വ്യൂവർ അതേ ഇവിടെ വന്നു. ഓക്കെ, അപ്പം വ്യൂവർ ആണ് ഇവിടെ ഇപ്പെന്നുള്ള ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ നോട്ടിഫൈ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ നോട്ടിഫൈ എന്നുള്ള ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് അയക്കാം, മറ്റൊരാൾക്ക് അയക്കാൻ പറ്റും. പക്ഷെ അത് ഓഫ് ചെയ്യാതെ അയക്കുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ചെല്ലും. നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും, ഇന്ന പോലെ ഇന്ന ആള് ഒരു ഡോക്യുമെന്റ് ഗൂഗിൾ ഡ്രൈവിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലും. അതിനു വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫൈ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ. അപ്പൊ നമ്മളത് അയക്കുമ്പോൾ അത് ഓൺ ചെയ്തിട്ട് നന്നായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നത് ഈ ഫോണിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ കാണാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇത് അയച്ചു, ഇവിടെ അയച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇപ്പുറത്തെ ഫോണിൽ നോക്കിക്കോളോ, സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടേ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെയില്. അപ്പൊ ഇത് പരമു എന്ന മെയിൽ ഐ ഡി ഉള്ള ഒരാള് എനിക്കൊരു ഐറ്റം ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മള് സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ടാണ്. നേരെ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് പോകും. അവിടെ ഇതുപോലെ കാണാൻ സാധിക്കും, അയച്ചേക്കുന്ന സംഭവം ഇവിടെ ഇതിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ തന്നെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത്.
അപ്പോൾ ആ ഫോട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഫോട്ടോ. ആ ഫോട്ടോ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മളെ വലത്ത് സൈഡിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഇത് സ്റ്റാർഡ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതായത് മുൻഗണന വിഭാഗത്തിൽപ്പെടുത്തി നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഉള്ള ഗൂഗിൾ ഡ്രൈവിൽ തന്നെയാണ് ഇത് സേവ് ആവുന്നത് കേട്ടോ. പിന്നെ മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഓഫ്ലൈനിലാണെങ്കിലും നമുക്കിത് കാണണം എന്ന് തോന്നിയാൽ അങ്ങനെ നമ്മളിങ്ങനെ ഒരു കോപ്പി ലിങ്ക്, ഇയാൾക്ക് ഇതൊരു കോപ്പി ചെയ്തിട്ട് ഒരു ലിങ്ക് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. മേക്ക് എ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതൊക്കെ നമ്മൾ മറ്റേ ഇതിലുള്ളതാണ്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഓപ്ഷൻസ് ഒക്കെ സെൻഡ് എ കോപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇയാൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ അയച്ചു കൊടുത്തേക്കുന്ന സംഭവം നമ്മൾ വെറും വ്യൂവർ ആയിട്ടാണ് അയച്ചു കൊടുത്തത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ ഈ പറയുന്ന ആൾക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. പക്ഷെ അയാൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അയാൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അയാളുടെ ഈ പറയുന്ന ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് റിമൂവ് ചെയ്യാനാണ് പറ്റുക, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നല്ല. അതുപോലെ തന്നെ ഈ അയച്ചു കൊടുത്ത ആളെ നമുക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാനും പറ്റും. അത്ര ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ ഷെയർ ഓപ്ഷൻ എടുത്തു. അപ്പൊ നമ്മളവിടെ വീണ്ടും സെലക്ട് ചെയ്തു. അപ്പൊ നമ്മളിവിടെ നേരത്തെ നമ്മൾ വ്യൂവർ എന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് സെൻഡ് ചെയ്ത് കൊടുത്തത് അല്ലേ. അപ്പൊ നമുക്കിനി കമന്റർ എന്നുള്ളത് കൊടുത്തു നോക്കാം. കമന്റർ കൊടുത്തു, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സംഭവം അയച്ചു കൊടുത്തു. വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ മെയിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ മെയിൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ കമന്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതുപോലെ ഇവിടെ ഒരു പേനയുടെ ഐക്കൺ, നമുക്ക് എഴുതാനുള്ള ഒരു പേനയുടെ ഐക്കൺ പോലെ ഒരു സെറ്റപ്പും കൂടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ പല എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിംഗ് എന്നല്ല, റൈറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കങ്ങനെ റൈറ്റ് ചെയ്തിട്ട് ഇതിവിടെ സേവ് കോപ്പി, അതായത് നമുക്ക് അയച്ചു കിട്ടിയതിന്റെ ഒരു കോപ്പി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കണ്ട പല കളറ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ വലിപ്പം കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. എന്താ പല വലിപ്പത്തിലുള്ള പേന, പിന്നെ റേസറാന്ന് തോന്നുന്നു. ഇത് റേസറാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സേവ് കോപ്പി കൊടുക്കാൻ പറ്റും. സേവ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെയിൽ ഐ ഡി വേണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത്, നമുക്ക് നമ്മുടെ ഫോണിൽ കുറെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ മൈ ഡ്രൈവിലായിരിക്കണം. വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, നോക്കാം. ഇല്ല, മൈ ഡ്രൈവ് തന്നെ ഓപ്ഷൻസേ ഉള്ളൂ. മൈ ഡ്രൈവ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഷെയർ വിത്ത് മീ ഉണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസിൽ എവിടെയുള്ള നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈ ഡ്രൈവിൽ വേണേൽ കൊടുക്കാം, അങ്ങനെ സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈ ഡ്രൈവിൽ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലുള്ള മൈ ഡ്രൈവിൽ തന്നെയാണ് അത് സേവ് ആയിട്ട് കിടക്കുക. ഇനി അടുത്തത് നമ്മൾ ഈ സംഭവം ഇപ്പൊ നേരത്തെ കൊടുത്തത് നമ്മൾ കമന്റർ ആയിട്ടൊക്കെ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എഡിറ്റർ ആയിട്ട് കൊടുത്തു നോക്കാം. എഡിറ്റർ ആയിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യുക, കാണാൻ പറ്റുമെന്ന് നോക്കാം. എഡിറ്റർ കൊടുത്തു, സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ വീണ്ടും അത് സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പൊ വീണ്ടും ഇവിടെ ഇത് വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, ഡ്രൈവ് വെച്ച് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെയാണ് കാണുക. അപ്പൊ നമ്മൾ എഡിറ്റർ ഓപ്ഷൻ വെച്ച് കൊടുക്കുമ്പോൾ വരുന്ന ഐക്കൺ ഇതുപോലെയാണ്. മറ്റു കിട്ടുന്ന ആൾക്ക് ഇതുപോലെയാണ് കിട്ടുക. അയാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സിസ്റ്റം മാറും. എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് സ്ക്രീൻ മാറും. ഒരു 10-15 സെക്കൻഡ് ഒക്കെ എടുക്കും. ഇതുപോലെയാണ് വരിക. ഇവിടെ ഡൈനാമിക്, വാം, എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യാതെ ഇത് സേവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മറ്റൊരാൾ അയച്ചു തന്നേക്കുന്ന ഒരു ഫയൽ ഓപ്ഷൻ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുക്കുകയാണെങ്കിലാണ് അത് സേവ് ആകുക. അത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും സേവ് ആകുക. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ വന്നു. ഇത് സേവ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഓപ്ഷൻസ് വരും. ഡൗൺലോഡ് വരും, റിമൂവ് വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ബ്ലോക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ബ്ലോക്ക് ചെയ്യണ്ട, ഞങ്ങൾക്ക് കുറെ പണികളുള്ളതാണ്. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫയല് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളാണ് പുള്ളിക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ ഒരു കോപ്പി ലിങ്ക് ഉണ്ട്. നമ്മൾ ഒരാൾക്ക് ഒരു സംഭവം അയച്ചു കൊടുത്തു. അപ്പൊ അതൊരു കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷനിൽ അയാൾ അത് കോപ്പി ചെയ്ത് മറ്റൊരാൾക്ക് അയച്ചാൽ അയാൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും അല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഈ കോപ്പി ലിങ്ക് എടുത്തു, ലിങ്ക് കോപ്പിയാക്കി, എന്നിട്ട് ഞാൻ വാട്സാപ്പിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു, ഞാൻ അയച്ചു. ഈ ഫോണിൽ വരും അതിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡ്രൈവ് വന്നു. അപ്പം അയാൾ അത് വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്താലും അയാൾക്ക് അതിലൊന്നും ആ ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന ആൾക്ക് അത് കാണാൻ പറ്റത്തില്ല. കാരണം റിക്വസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. റിക്വസ്റ്റ് കൊടുത്ത് നോക്കാം, എനിക്ക് തന്നെ വരുമെന്ന് നോക്കാമല്ലോ.
റിക്വസ്റ്റ് എവിടെയാ വരുന്നേ? റിക്വസ്റ്റ് ഈ ഫയലോട്ടാ വരുന്നത് കേട്ടോ. അതായത് നമ്മള് ഒന്നാമത്തെ വ്യക്തി, നമ്മള് ഒരു കാര്യം രണ്ടാമത്തെ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. ഈ രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആൾക്ക് അയച്ചു കൊടുത്തു. ആ മൂന്നാമത്തെ ആൾക്ക് അത് കാണാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഒന്നാമത്തെ ആളുടെ പെർമിഷൻ ഇല്ലാതെ മൂന്നാമത്തെ ആൾക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. നമ്മള് മറ്റൊരാൾക്ക് ഒരു ഫയൽ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ അതിന്റെ ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താലും അയാൾക്ക് അത് റിക്വസ്റ്റിന് പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ആ പെർമിഷൻ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പൊ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ വീഡിയോ വെച്ച് നോക്കുമ്പോൾ അതേ കണ്ട, നമ്മൾ കൊടുക്കണം പെർമിഷൻ. അപ്പോൾ അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മറിച്ച് ഫോർവേഡ് ചെയ്താലും ആ അയച്ചേക്കുന്ന ഫയല് നമ്മളെ പെർമിഷൻ ഇല്ലാതെ മൂന്നാമതൊരാൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഭാഗങ്ങളാണുള്ളത്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ.